എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി തനി നാടൻ റെസിപ്പി സീരീസിലെ ആദ്യത്തെ റെസിപ്പിയാണ് ചാള അല്ലെങ്കിൽ മത്തി പൊരിച്ചത്. നമ്മുടെ സാധാരണ കേരളത്തിലെ തനി നാടൻ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അതിനുവേണ്ടി ചാള അല്ലെങ്കിൽ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നെയ്യുള്ള മത്തിയാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് മത്തിയാണ്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഉടഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു സമയം ഇതിൻ്റെ സീസണും കൂടിയാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ മീൻ ആദ്യം മുകളിൽ വരഞ്ഞു കൊടുക്കണം. ഏത് മീനും ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. നെയ്മീനൊക്കെ പോലെയുള്ള മീനുകൾ ഫ്രൈ കട്ട് ചെയ്യുമ്പോൾ വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെയുള്ള മീനുകളൊക്കെ വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം മസാല അതിന് മുകളിലേക്ക് പുരട്ടി കൊടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മസാലയാണ് യൂസ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു മസാല മീനിൻ്റെ മുകളിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. മീനായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നില്ല. ചിക്കനൊക്കെ ആണെങ്കിലാണ് കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളത്. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്തോറും ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിപ്പോൾ മീനായതുകൊണ്ട് ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂറൊക്കെ വരെ വെച്ചാൽ മതി. അതിന് ശേഷം അതങ്ങെടുത്ത് ഫ്രൈ ചെയ്യാം. ഈ ഒരു ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു അരക്കല്ലിലേക്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് ചതച്ച് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചേക്കാം. നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ മീൻ പൊരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇനി മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ തയ്യാറായി കിട്ടും. പിന്നെ മുരിച്ചെടുക്കുന്നത് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് മുരിച്ചെടുക്കുക. ചില ആളുകൾക്ക് നല്ലതുപോലെ മുരിക്കുന്നതായിരിക്കും നല്ലത് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് കുറച്ച് നേരം കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തനി നാടനായിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.